വിഷാദം, മൂഡ് സ്വിങ്സ് തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുസമൂഹത്തിലെ അജ്ഞതയും പരിഹാസവും കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പ്രമുഖ ഡോക്ടറായിട്ടുള്ള സൗമ്യ സരിൻ ഈ വിഷയത്തെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ച പ്രതികരണം മലയാളികൾക്കിടയിലെ തെറ്റായ ധാരണകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു. ഡിപ്രഷൻ എന്ന വാക്ക് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു തമാശയാണ് എന്നും സ്വയം അത് അനുഭവിച്ചാലോ അതല്ല എങ്കിൽ പ്രിയപ്പെട്ട ഒരാളോ നഷ്ടപ്പെട്ടാലോ മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാകൂ എന്നും അവർ തുറന്നു പറയുകയാണ്. അറിവില്ലാത്തവർ കുറഞ്ഞത് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ച് പരിഹസിക്കാതെ ഇരിക്കാനുള്ള വിവേകം കാണിക്കണമെന്ന് ഡോക്ടർ സൗമ്യ ആവശ്യപ്പെട്ടു. വിഷാദവും മൂഡ് സ്വിങ്സും വെറും വാക്കുകളല്ല. ഈ മാനസികാവസ്ഥകൾ അനുഭവിക്കുന്നവരുടെ വേദനയെ അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം അവർ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് നടി കൃഷ്ണപ്രഭ ഒരു ഓൺലൈൻ ചാനലിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങളാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിക്കുന്ന രീതിയിലുള്ള അവരുടെ വാക്കുകൾ സിനിമ, ആരോഗ്യ മേഖലകളിൽ നിന്ന് ഒരുപോലെ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആളുകളുടെ വലിയ പ്രശ്നമായി കേൾക്കുന്നത് ഓവർ തിങ്കിങ് ആണ്, ഭയങ്കര ഡിപ്രഷനാണ്, പിന്നെ എന്തൊക്കെയോ പുതിയ വാക്കുകൾ വരുന്നുണ്ടല്ലോ, മൂഡ് സ്വിങ്സ് എന്നൊക്കെ. ഞങ്ങൾക്ക് തമാശയാണ് പറയാനുള്ളത്, പഴയ വട്ട് തന്നെ. ഇപ്പോൾ ഡിപ്രഷൻ പുതിയ പേരിട്ടു എന്നായിരുന്നു കൃഷ്ണപ്രഭയുടെ പ്രതികരണം. അതായത് വിഷാദം പോലുള്ള ഗുരുതരമായിട്ടുള്ള മാനസിക രോഗങ്ങൾ പുതിയ കാലത്തെ ഒരു ഫാഷൻ ട്രെൻഡ് മാത്രമാണെന്ന ധാരണയാണ് അവരുടെ വാക്കുകളിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. ഇത് വിഷാദം പോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ലക്ഷക്കണക്കിന് ആളുകളെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കൃഷ്ണപ്രഭയുടെ പരാമർശത്തിന് പിന്നാലെ പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കറായിട്ടുള്ള അഭിഷാദ് ഗുരുവായൂർ മൂഡ് സ്വിങ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വിവാദത്തിന് പുതിയ മാനവും നൽകി. സ്ത്രീകളുടെ മാനസികാവസ്ഥയും ശാരീരിക മാറ്റങ്ങളെയും പരിഹസിക്കുന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രശ്നത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തലത്തിലേക്ക് അങ്ങ് മാറ്റുകയും ചെയ്തു. സ്ത്രീകൾക്ക് എന്തിനും ഏതിനും മൂഡ് സ്വിങ്സ് ആണ്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണെന്നെങ്കിലും ചോദിച്ചാൽ മൂഡ് സ്വിങ്സ് ആണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസം. പുരുഷന്മാരുടെ സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളെ ഇതിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹം പറയുകയും ചെയ്തു, പുരുഷന്മാർക്ക് ഒരു സിങ്സും ഇല്ല, നമുക്ക് എല്ലാ മാസവും EMI അടയ്ക്കാനും സിങ്ങില്ല, പോയി പണിയെടുക്കുക, ഇവരുടെ സിങ്ങിന് വേണ്ടി വേറെ പണിയെടുക്കുകയും വേണം. ഡിപ്രഷൻ, മൂഡ് സ്വിങ്സ് എന്നിവയെ പഴയ വട്ട് എന്ന് വിളിച്ച് തള്ളിക്കളയുന്ന മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അറിവില്ലായ്മയാണ്. വിഷാദം എന്നത് തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾക്കുണ്ടാകുന്ന അസന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥ മൂലമോ മറ്റ് ജനിതകമായിട്ടുള്ള പാരിസ്ഥിതിക കാരണങ്ങൾ കൊണ്ടോ ഉണ്ടാകുന്ന ഒരു യഥാർത്ഥ രോഗാവസ്ഥയാണ്. കൃത്യമായിട്ടുള്ള രോഗനിർണയവും ചികിത്സയും ആവശ്യമുള്ള ഒന്ന് തന്നെയാണിത്. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് പലപ്പോഴും ഹോർമോൺ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ ബൈപോളാർ ഡിസോർഡർ പോലുള്ള മറ്റ് മാനസികാരോഗ്യങ്ങളുടെ പ്രശ്നങ്ങളുടെ ലക്ഷണമാവുകയും ചെയ്യാം. ഈ വിഷയങ്ങളെ തമാശയായി അവതരിപ്പിക്കുന്നത് യാഥാർത്ഥ്യത്തിൽ സഹായം തേടേണ്ടവർക്ക് അതിന് മടിയുണ്ടാകാൻ കാരണമാവുകയും പ്രശ്നങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അഭിഷാദ് ഗുരുവായൂർ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ മാനസികാവസ്ഥകളെ കുറിച്ചുള്ള പരമ്പരാഗതമായിട്ടുള്ള ലിംഗവിവേചനപരമായിട്ട് കാഴ്ചപ്പാടുകളെയാണ് ഇതിലൂടെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നത്. ഹോർമോൺ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട മൂഡ് സ്വിങ്സിനെ വരെ ഉത്തരവാദിത്തമില്ലായ്മയെ ചിത്രീകരിക്കുന്നത് സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള അനുഭവങ്ങളെ നിസ്സാരവൽക്കരിക്കുന്നതിന് തുല്യമാണ്. പുരുഷന്മാർക്ക് EMI അടയ്ക്കുന്നതിൽ സിങ്ങില്ല എന്ന് പറയുന്നതിലൂടെ പുരുഷന്മാരുടെ ഉത്തരവാദിത്തത്തെ മഹത്വവൽക്കരിക്കപ്പെടുകയും സ്ത്രീകളുടെ മാനസികാരോഗ്യ വെല്ലുവിളികളെ തമാശയായി കാണുകയും ചെയ്യുന്നുണ്ട്. ഈ വിവാദം മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമ്പോൾ പോലും സമൂഹം സ്ത്രീകൾക്കെതിരെ വെച്ചു പുലർത്തുന്ന ലിംഗപരമായിട്ടുള്ള മുൻവിധികൾ എത്രത്തോളം ശക്തമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. കൃഷ്ണപ്രഭയുടെയും അഭിഷാദിന്റെയും പരാമർശങ്ങൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. സിനിമാ രംഗത്തുള്ളവരും മനഃശാസ്ത്രജ്ഞനും പൊതുജനങ്ങളും ഡോക്ടർ സൗമ്യ സരിന് പിന്തുണയുമായി എത്തുകയും ചെയ്തു. ഇത്തരം പൊതുവേദികളിൽ സംസാരിക്കുന്നവർ വിഷയത്തെക്കുറിച്ച് വ്യക്തമായ അറിവില്ലാതെ സംസാരിക്കുന്നത് സമൂഹത്തിന് തെറ്റായ ധാരണകൾ പ്രചരിപ്പിക്കാൻ കാരണമാകുമെന്ന വിമർശനവും ശക്തമായിരിക്കുകയാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. തങ്ങളുടെ രോഗാവസ്ഥയെ സമൂഹം പഴയ വട്ട് എന്ന് വിളിക്കുമ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അവർ വിവരിക്കുകയും ചെയ്തു. മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് തുറന്ന സംഭാഷണം നടത്തേണ്ടതിന്റെ പ്രാധാന്യവും ഈ വിവാദങ്ങൾ അടിവരയിടുകയാണ്. പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന മനോരോഗങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും കളങ്കവും ഇല്ലാതാക്കാൻ ഇത്തരം സംഭാഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. കൃഷ്ണപ്രഭയെ പോലുള്ള സെലിബ്രിറ്റികൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും നടത്തിയ പരാമർശങ്ങൾ വലിയ വിഭാഗം ജനങ്ങളിലേക്ക് തെറ്റായ സന്ദേശം എത്തിക്കാനും ഇടയുണ്ട്. അതിനാൽ പ്രമുഖ വ്യക്തികൾ മാനസികാരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്വം ഇതിൽ കാണിക്കുകയും വേണം.